നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. രാത്രികാല മൈക്ക് നിരോധനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കലാകാരന്മാരുടെയും ആർട്ടിസ്റ്റ് ഏജന്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപജീവന ധർണ സംഘടിപ്പിച്ചു. രാത്രി 10 മണി കഴിഞ്ഞുള്ള മൈക്ക് നിരോധനം തങ്ങളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നതായും ഇത് ജീവിതമാർഗത്തെ ഇല്ലാതാക്കുന്നതായും ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ധർണ. സെക്രട്ടേറിയറ്റ് നടയിൽ നടന്ന ഉപജീവന ധർണയുടെ ഉദ്ഘാടനം പ്രശസ്ത ഗായകൻ പന്തളം ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല, ഞാനൊരു കലാകാരനാണ്. കലാകാരനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി ഗൗരവകരമായ ഈ പ്രശ്നം സർക്കാർ വളരെ ഗൗരവകരമായി ചിന്തിച്ച് ചർച്ച ചെയ്ത് ഇപ്പൊ ഈ അടുത്താണ് ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ദിവസം അങ്ങ് തീരുമാനിക്കുകയാണ് ഓണപരിപാടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. കേരളത്തിൽ കലാകാരന്മാർക്ക് ഒരു വിലയില്ല. ഞാൻ കലയിലും സെക്രട്ടറിമാരും ചെയർമാൻമാരും എല്ലാവർക്കും ഒരു എന്താ പറഞ്ഞ വളരെ ശക്തമായ സംഘടനകളുണ്ട്. പക്ഷേ അവരെ ഒന്നും കൂടിയാലോചനയില്ലാതെ സർക്കാർ തീരുമാനമെടുക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുപോകുന്നു. 10 മണിക്ക് ശേഷം ഈ പറഞ്ഞതുപോലെ ഒരു പണ്ട് ഗാനമേള എന്ന് വെച്ചാൽ ഒരു ഗാനമേളയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നാടകവും ബാലയും അതുപോലെ തന്നെ ഇപ്പൊ കാലം മാറി ഡിജിറ്റൽ കാലഘട്ടമാണ്. അപ്പൊ ഒരുപാട് പൈസ മുടക്കിയാണ് ഓരോ കലാകാരനും ഓരോ ട്രൂപ്പുകളും നമ്മുടെ സമൂഹത്തിലേക്ക് ജനങ്ങൾക്ക് ആ പരിപാടി അവതരിപ്പിക്കുവാൻ വേണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളവരെ നമ്മുടെ സമൂഹത്തില് ഇനിയും ജീവിക്കുവാൻ വേണ്ടി അവരുടെ കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി നല്ലൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം. തീർച്ചയായും മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായ ഒരു ഇടപെടലും ഉണ്ടായി ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാനും ഈ സമരത്തിൽ വന്നത്. തീർച്ചയായിട്ടും എന്റെ കൂടപ്പിറപ്പുകളാണ് ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും തന്നെ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ഞാൻ എന്നും ഉണ്ടാകും. അമ്മ പെറ്റ മക്കളാണ് നമ്മൾ കലാകാരന്മാരെന്നുള്ള ചിന്തയോടെ പ്രവർത്തിക്കുവാനും അഭിപ്രായ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകുവാനും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുവാനും എല്ലാ സംഘാടകർക്കും സാധിക്കണം, എല്ലാ സംഘടനാ നേതാക്കൾക്കും സാധിക്കണം, എല്ലാ കലാകാരന്മാർക്കും സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധമായ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം വിജയിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സീസൺ തുടങ്ങാൻ പോവാണ്. ഈ സീസണിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മൾ നേടിയെടുക്കുവാൻ വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് നീങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. AICC പ്രസിഡന്റ് വൈക്കൽ മധു, സെക്രട്ടറി പ്രമോദ് ട്രാക്സ്, ട്രഷറർ ഉമേഷ് അനുഗ്രഹ എന്നിവർ നേതൃത്വം നൽകി.